ഹലോ ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MV വ്ലോഗ്സ്. അപ്പോൾ ആ നിമിഷം എത്തിയിരിക്കുകയാണ് ഗൈസ്. അതായത് പണ്ട് ഞാൻ രുദ്രയ്ക്ക് കഥ പറഞ്ഞു കൊടുക്കണ സ്റ്റൈലിൽ തുടങ്ങാം. പണ്ട് 2019 ഞാൻ ദുബായ് പോയപ്പോൾ ഞാനൊരു വാഗ്ദാനം ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ബുർജ് ഖലീഫ കാണിക്കാമെന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അതേ സ്പീഡിൽ തിരിച്ചു വന്നു. പിന്നെയും ഞാൻ UK 2021 വന്നപ്പോൾ ഞാൻ അതേ വാഗ്ദാനം ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ലണ്ടൻ ബ്രിഡ്ജ് കാണിക്കാം. പക്ഷെ അതേ സ്പീഡിൽ ഞാൻ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോയി. മൂന്നാമത്തെ പ്രാവശ്യം 2024 ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ബ്രിഡ്ജ് കാണിക്കാമെന്നോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സിലത് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കറക്റ്റ് സമയം ഇന്നാണ് ഗൈസ്. ഇന്ന് എത്രാം തീയതിയാണ്? ഇന്നല്ലേ? ഓക്കെ, ഇന്ന് ഒരു ദിവസം ആ ദിവസം ഞങ്ങൾ സസ്പെൻസ് ആക്കി വെക്കണതിന് വേറൊരു കാരണമുണ്ട്. അതാ ഓക്കെ. ഇന്ന് നമ്മൾ ആ സുലഭ നിമിഷം എത്തിയിരിക്കുകയാണ്. എൻ്റെ അമ്മയെ ഞാൻ ആ പറഞ്ഞ ഒരാളില്ലേ, ഞാൻ 2019 തൊട്ട് പറ്റിക്കാൻ തുടങ്ങിയ ആൾ, അയാളാണ് ആ ബാക്കിലിരുന്ന് കൊട്ടിപ്പാടുന്നത്. അപ്പോൾ ഇയാളെ ഞാൻ ലണ്ടൻ ബ്രിഡ്ജ് കാണിക്കാൻ കൊണ്ടുപോവാണ് ഗൈസ്. വൗ, ആർ യു എക്സൈറ്റഡ് മദർ? എന്താ ഒരു ക്ഷീണം. അമ്മ ഇപ്പം ഒന്നും മിണ്ടറില്ല, കാരണം രുദ്ര അവിടെ കരയണോ വേണ്ടേന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഏകദേശം എത്താനായി. അപ്പം അമ്മ കിലുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ട് ഞാൻ അമ്മേൻ്റെ 2 വാക്കുകൾ അമ്മേനോട് പറയാം. ഹൗ ആർ യു ഫീലിംഗ് ഡാഡ്? ഇറ്റ്സ് എ പ്രൗഡ് മൊമെന്റ്. ഓ മൈ ഗോഡ്സ്. യാ, പിന്നെ അമ്മമ്മേൻ്റെയും കൊച്ചുമോൻ്റെയും ആദ്യത്തെ ലണ്ടൻ പോക്കാണ് അല്ലേ? കൊച്ചുമോനെ ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ ഞങ്ങൾ ലണ്ടനിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ വാവേനയായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ലണ്ടൻ പോകുന്നത്. ഇപ്പോൾ ഇവൻ പറഞ്ഞ പോലെ തന്നെ പ്രൗഡ് മൊമെൻ്റ് ആണ്. ആ ഒരു മൊമെൻ്റ് ഞാൻ സ്ലോ മോഷനിൽ ഈ വീഡിയോയിൽ ഇടും. അമ്മ ലണ്ടൻ ബ്രിഡ്ജിലേക്ക് സ്ലോ മോഷനിൽ നടന്നു പോകുന്നത്. ഓക്കെ, അങ്ങനെ ഇടും. എന്താ യാ, ആൻഡ് ഹൗസ് മൈ ലുക്ക് ഫോർ ടുഡേ? ഒരു കൊച്ചിൻ്റെ അമ്മയാന്ന് പറയോ? ഇപ്പം ഞാൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ കുറച്ച് യങ് ആയ പോലെ എനിക്ക് തോന്നി. ഇപ്പോൾ കുറച്ച് വൃത്തി വെച്ചിട്ടുണ്ട് ഗൈസ് ആഫ്റ്റർ ഡെലിവറി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ലണ്ടൻ പോവാണ്. അപ്പോൾ ഇന്ന് ലണ്ടൻ വിശേഷങ്ങൾ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. നമുക്ക് കണ്ടോക്കാം. അങ്ങനെ നമ്മൾ ആദ്യം പോകുന്നത് ബോറോ മാർക്കറ്റിലാണ്. ബോറോ മാർക്കറ്റ് വ്ളോഗും ഒക്കെ കണ്ടിട്ടുണ്ടാവും അമ്മ. യാ, അപ്പോൾ ഞങ്ങൾ തന്നെ പോയ വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നല്ല വ്ളോഗ്സ് കണ്ടിട്ടുണ്ടോ? വേറെ ഉള്ളവരെടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ബോറോ മാർക്കറ്റ് പോയിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ് പ്ലാൻ. ഇനി അറിയത്തില്ല. അന്ന് പോയപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ശ്രീകുട്ടൻ കൂടുതൽ അങ്ങനെ ഭീകരമായി എക്സ്പ്ലോർ ചെയ്യാത്ത ആളാണ്, ഫുഡിൽ പരീക്ഷണങ്ങൾ നടത്താത്ത ആളാണ്. എന്നാൽ പോലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ അന്ന് ആ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യായിരുന്നു. പക്ഷെ ഇനി അവിടെ എത്തുമ്പോൾ അറിയാം അമ്മ എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. അമ്മയ്ക്ക് വലുതായിട്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ടർക്കിഷ് സ്വീറ്റാണ്, ടർക്കിഷ്. ഞങ്ങൾ ടർക്കി പോയപ്പോൾ വാങ്ങിച്ചതാണ്. കുഴപ്പമില്ല. മറ്റേതാ, ഇത് ഷുഗർ അല്ല, മൈദപ്പൊടിയാ. ഇതാണ് മറ്റേ സാധനം.
5 ലിറ്റർ. No, this. അമ്മ ഓയിസ്റ്റർ കഴിക്കാൻ പോണ കഴിച്ചു. ഞാൻ തന്നെ കഴിച്ചിട്ട് അമ്മ കഴിച്ചു. അത് അങ്ങനെയാണ്ട് വായക്ക് ഒറ്റ ആക്കല് വായണ്ട് തുറക്കൂ അവിടെ ആയിക്കോളൂ. അങ്ങനെ ഇട്ടോളൂ ഉണ്ട് അങ്ങനെ ഇട്ടോളൂ. Can she chew it? Chew it. 7 minutes dissolves, then you get a nice. Oh. So give one more then. One more she wants to try. കണ്ണൊക്കെ എന്നിട്ട് തള്ളി വന്ന് എനിക്കിഷ്ടമായി. പക്ഷെ നിനക്കിഷ്ടമാകും അറിയില്ല കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി. ശ്രീകുട്ട എന്തായാലും ഇത് കഴിക്കില്ല. ഞാൻ കഴിക്കുന്നില്ല. ശ്രീകുട്ട കഴിക്കില്ല. ഞാൻ കഴിക്കുമോ തോന്നുന്നു. അമ്മ ഇത്രയും നൈസ് പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല ഞാൻ കഴിക്കുന്നു. 7 മിനിറ്റ് കഴിഞ്ഞാൽ വയറിന് നല്ല സുഖമാണ്. തലയ്ക്ക് എന്തെങ്കിലും കിട്ടുമോ? അതാണക്ക് ഓൾറെഡി ഉണ്ടല്ലോ. അമ്മ ഇത്ര സിമ്പിളായി കഴിച്ചപ്പോ മതി, ആൾക്കാർ വെയിറ്റിംഗാ. Very, very good for you and like make you feel better. അങ്ങനെ കഴിച്ച് ഞങ്ങൾ ബോറോ മാർക്കറ്റ് കണ്ടിറങ്ങി. മനോഹരമായ ബോറോ മാർക്കറ്റ്. എന്ത് നല്ല ആചാരങ്ങൾ. ഓക്കെ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര തിരക്കാണല്ലോ. അപ്പോൾ അതിൻ്റെ ബിറ്റ്സ് ആൻഡ് പീസസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കാനൊന്നും പറ്റില്ല. സോ നമ്മൾ ആദ്യം ട്രൈ ചെയ്തത് ഒരു ടർക്കിഷ് ഡിലൈറ്റാണ്. അത് നമ്മൾ നേരത്തെ വന്നപ്പോഴും ട്രൈ ചെയ്തു. സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. അത് 2 കുഞ്ഞ് ക്യൂബ് പോലത്തെ ഒരു സംഭവമാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ കഴിച്ചത് സ്ട്രോബെറി. അത് ഇവൻ്റെ ഫേവറേറ്റ് ആണ്. അത് ഞങ്ങൾക്കും ഫേവറേറ്റായി മാറി. കാരണം അത് മാത്രമേ അവിടെ നിന്ന് ഞങ്ങൾ കഴിച്ചതിൽ നല്ലൊരു സാധനം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്തത് ഓയിസ്റ്റർ. ആദ്യമായിട്ട് ഞാൻ പച്ചമീൻ ഓയിസ്റ്റർ ട്രൈ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അമ്മ കൂളായിട്ട് ട്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് ആ ഒരു ധൈര്യം കിട്ടിയത്. അമ്മ കുഴപ്പമൊന്നുമില്ല, സൂപ്പറാണെന്ന് പറഞ്ഞു. ഓയിസ്റ്റർ ട്രൈ ചെയ്ത് എന്ത് തോന്നുന്നു? നല്ലതാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത്ര എക്സ്പ്രഷൻ ഇടാൻ മാത്രമൊന്നുമില്ലല്ലോ. അതെ, അത് പിന്നെ നമുക്ക് കിട്ടാം, ചിലവർക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. പക്ഷെ ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് വായിലിടുമ്പോൾ തന്നെ പച്ച മീനല്ലേ, ആ മീനിൻ്റെ ഫ്ലേവർ ഉണ്ടാവുമെന്ന്. പക്ഷെ നമ്മൾ കഴിഞ്ഞ് വയറിലെത്തി ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആ കുറച്ചൊരു മീനിൻ്റെ ഒരു ഫ്ലേവർ വന്നത്. ബാക്കി ഒന്നുമില്ല, ഒരു വഴവഴാന്നൊരു സാധനം, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ മഹാ അബദ്ധം കാണിച്ചത്, നിങ്ങൾ ആരെങ്കിലും ബോറോ മാർക്കറ്റിൽ വന്നിട്ട് ഒരു നീണ്ട ക്യൂ കാണാം. അതിന് ആൾക്കാർ അവിടെ തല്ലി മരിക്കുകയാണ്. ഒരു ഫുള്ളൊരു മീല് പോലെ റൈസും ടൈഗർ പ്രോൺസും ഷ്രിമ്പും കക്കയ്ക്ക് എന്താ പറയുക എനിക്കറിയില്ല, കക്കയും ഒക്കെ ആയിട്ടുള്ള ഒരു സാധനം. കല്ലുമ്മക്ക. അതിന് വേണ്ടി ഒരു നീണ്ട ക്യൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, ഓ കമോൺ നമുക്ക് ഇത് ട്രൈ ചെയ്യാം, ലെറ്റ്സ് ട്രൈ ഇറ്റ്. വായ വെക്കാൻ കൊള്ളൂ. അല്ല, സത്യമായിട്ട് മലയാളികളാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇഷ്ടപ്പെടില്ല ശരിക്കും. ഫുള്ള് ചെമ്മീനും പ്രോൺസും ടൈഗർ പ്രോൺ. സാധാരണ ഞങ്ങളൊക്കെ ഹാഫ് കുക്ക്ഡും ഒക്കെ ഞങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാരാണ്. പക്ഷെ ഇത് പച്ച റോ സാധനം. പിന്നെ ആ അരിയാണെങ്കിലും ഒരു വസ്തുവിനും കൊള്ളാത്ത അരി, ഒരു ഫ്ലേവറും ഇല്ല. അപ്പോൾ സംഭവം പിന്നെ എന്താ വെച്ചാൽ
നമ്മളുടെ രുദ്രാപ്പി ഒന്ന് കരഞ്ഞു. അപ്പോൾ ഞങ്ങൾ പാല് കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ നിന്ന് കറങ്ങിയിട്ട് വെറുതെ സമയം പോകാന്നല്ലാണ്ട് ഫ്ലേവേഴ്സ് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യൻ ഫ്ലേവേഴ്സിൻ്റെ അത്രയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല വേറെ ഒന്നും. പക്ഷെ ഇവിടെ ഒട്ടും ഞങ്ങൾ ചൂസ് ചെയ്തെന്ന് പോരായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സമയം കളഞ്ഞില്ല, കാരണം ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തും കൂടി ഇന്ന് പോകണം എന്നുണ്ടായിരുന്നു. ഇവിടെ ലണ്ടനിൽ നമ്മൾ വീണ്ടും വരുമല്ലോ, വേണമെങ്കിൽ പിന്നെയും പോവാം. പക്ഷേ അതൊക്കെയാണ് ഇതുവരെയുള്ള അപ്ഡേറ്റ്. ബേബിക്കുട്ടന് എൻ്റെ ഒരു തന്തപ്പിടി ഈസ് കമ്മിങ്. ഇനി തന്തപ്പിടി ഇതൊന്നും ട്രൈ ചെയ്യില്ല. അവൻ സേഫ് സോണിൽ ആ സ്ട്രോബെറി കഴിച്ച് നല്ല വയറായിട്ടാണ് നടക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് എക്വേറിയം കാണാനാണ്. അപ്പോൾ എക്വേറിയം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം അവിടെ പോയിട്ട് ഇന്ന് എന്താ സംഭവിക്കണേന്ന്. നിങ്ങൾക്ക് ലണ്ടൻ ഇഷ്ടപ്പെട്ടോ? ലണ്ടൻ ഇഷ്ടപ്പെട്ടോ? ലണ്ടൻ ഇഷ്ടപ്പെട്ടു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? ഞാൻ വിചാരിച്ചത് എൻ്റെ കുഞ്ഞാണ് ഏറ്റവും ചെറിയ വാവാന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാനൊരു സംഭവം കാണിച്ചു തരാം. എൻ്റെ അമ്മ, എൻ്റെ ഭർത്താവ് നന്നായിട്ടുണ്ട്. പോയവര് തിരിച്ചെത്തി ഗൈസ്, പോയവര് തിരിച്ചെത്തി. അങ്ങനെ ഞങ്ങളുടെ യാത്ര, ലണ്ടൻ യാത്ര. അയ്യൻ്റെ വല്ലിനെന്താ? ലണ്ടൻ യാത്ര ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി ഗൈസ്. ടയേർഡായി, ശരിക്കും പറഞ്ഞാൽ നടന്ന് ടയേർഡായി. പാട്ട് ഈ വ്ളോഗ് അബ്രപ്റ്റായിട്ട് എനിക്ക് എൻഡ് ചെയ്യേണ്ട അവസ്ഥയാണ് ഗൈസ്. കാരണം ഇതിൻ്റെ കൺക്ലൂഷൻ ഞാൻ എടുത്തിട്ടില്ല. വേറെ ഒന്നുമല്ല, അന്ന് ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ വീട്ടിൽ തിരിച്ചെത്തിയതിൻ്റെ ശേഷം ഇതിൻ്റെ കാര്യം അങ്ങ് വിട്ടും പോയി. അതുകൊണ്ട് തന്നെ അന്നത്തെ കുറച്ച് ഓർമ്മകളായിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ട് ഈ വ്ളോഗ് എൻഡ് ചെയ്യാണ്. ലണ്ടൻ ബ്രിഡ്ജിലൂടെ സ്ലോ മോഷനിൽ നടക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാമെന്നല്ല പറഞ്ഞത്. പക്ഷെ അന്ന് ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജിൽ പോയില്ല. പക്ഷേ ഞാൻ അമ്മേനെ കൊണ്ടുപോകുന്നുണ്ട് നെക്സ്റ്റ് വീക്ക് തന്നെ. സോ ആ വ്ളോഗിലായിരിക്കും ആ ഒരു സ്ലോ മോഷൻ വീഡിയോ. അൺടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.